നമസ്കാരം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ക്യാരറ്റും മുട്ടയും കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിത്തീരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയെല്ലാം എണ്ണയിൽ കിടന്ന് മൂത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ചേർത്ത് കൊടുക്കാം. സവോളയുടെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഈ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം എടുക്കാൻ, ഗ്രേറ്റ് ചെയ്ത് എടുക്കരുത്. ക്യാരറ്റ് അധികം വേവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് തട്ടി പൊത്തി വെക്കണം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 മുട്ടയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഈ സമയത്ത് തീ അല്പം കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഞാനിതിൽ ചേർത്തിരിക്കുന്ന ക്യാരറ്റും സവോളയും മുട്ടയും എല്ലാം ഓരോന്ന് വീതമാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ എല്ലാ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഒരു പിഞ്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരനാണിത്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.